1941 ഡിസംബർ 7 ലോകമഹായുദ്ധം തുടങ്ങിയിട്ട് 2 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. രാജ്യസ്നേഹം മൂലം പോരാടേണ്ടി വന്നവരുടെയും ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടവരുടെയും എല്ലാം മനസ്സ് മരവിച്ചിരിക്കുന്നു. പലരും മടുത്തുപോയിരുന്നു. എങ്കിലും മറ്റൊരു മാർഗമില്ലാതെ പോരാടുക എന്നത് മാത്രമായിരുന്നു മുന്നിലുള്ള വഴി. ഈ സമയം ജപ്പാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ശക്തി ആർജിച്ചിരുന്നു. തങ്ങളെ തകർക്കാൻ ആരും മുതിരരുതെന്ന ലക്ഷ്യത്തിൽ പസഫിക് പ്രദേശത്തെ തങ്ങളുടെ മേൽക്കോയ്മ കൂടി കാട്ടിക്കൊടുക്കാൻ അമേരിക്കയുടെ പേൾ ഹാർബർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തകർത്തെറിയാൻ ജപ്പാൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് ജപ്പാൻ എടുത്ത തീരുമാനം ആ രാജ്യത്തിന്റെ തന്നെ തകർച്ചയ്ക്കും മനുഷ്യരാശിയെ തന്നെ മരവിപ്പിക്കുന്ന ഒരു ദുരന്തത്തിനുമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. 12ഓളം യുദ്ധക്കപ്പലുകളും 3000ഓളം യുദ്ധവിമാനങ്ങളും 2000-ലധികം അമേരിക്കൻ സൈനികരെയുമായിരുന്നു അന്ന് അമേരിക്കയ്ക്ക് നഷ്ടമായത്. അതുവരെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത അമേരിക്ക ഇതോടുകൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് ജപ്പാൻ കണക്ക് പറയണമെന്ന് തന്നെ അവർ നിശ്ചയിച്ചു. പസഫിക് പ്രദേശത്ത് മാസങ്ങളോളം 2 കൂട്ടരും യുദ്ധം ചെയ്തു. ഇതിൽ 2 പേർക്കും നഷ്ടങ്ങളുണ്ടായിരുന്നു. എങ്കിലും പോകെ പോകെ ജപ്പാന്റെ കരുത്ത് കുറഞ്ഞു വന്നു. അങ്ങനെ ജപ്പാന്റെ കീഴിലുള്ള ഓരോ ദ്വീപുകളും അമേരിക്ക പിടിച്ചെടുത്തു. എങ്കിലും ജപ്പാനെ പൂർണ്ണമായും തകർക്കണമെന്ന ലക്ഷ്യമുണ്ടായിരുന്ന അമേരിക്ക ഇവിടം കൊണ്ട് നിർത്താൻ തയ്യാറായിരുന്നില്ല. എല്ലാ ദ്വീപുകളിലും ബേസുകൾ സ്ഥാപിച്ച അവർ ജപ്പാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. അവിടേക്കുള്ള ചരക്ക് നീക്കവും ക്രൂഡ് ഓയിലും എല്ലാം അമേരിക്ക പൂർണ്ണമായും തടഞ്ഞുവെച്ചു. ഇതിലൂടെ ജപ്പാനിൽ എണ്ണക്ഷാമം ഉണ്ടാക്കി അവരെ കൂപ്പ് കുത്തിക്കാമെന്നായിരുന്നു അമേരിക്കയുടെ ചിന്ത. എന്നാൽ അന്നത്തെ ജപ്പാന്റെ ചക്രവർത്തിയായ എംപറർ ഹിരോഹിതോയെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിരുന്നു ജപ്പാനിലെ ആളുകൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ പക്കലുള്ള എണ്ണയും മറ്റു കാര്യങ്ങളും എല്ലാം അവർ യുദ്ധത്തിനു വേണ്ടി സമർപ്പിച്ചു. രാജാവിനെ ഒരിക്കലും തോൽക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ജനങ്ങൾ തന്നെ ഒടുവിൽ യുദ്ധത്തിലിറങ്ങി. അധികം പരിശീലനങ്ങൾ ലഭിക്കാത്ത കൗമാരക്കാരായ കുട്ടികൾ വരെ വിമാനം പറത്താൻ തയ്യാറായി. വിമാനങ്ങളെയും തങ്ങളെ തന്നെ ബോംബുകളാക്കി അവർ അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. തോൽവിയിലേക്കാണ് പോകുന്നതെന്ന് അറിയാമെങ്കിലും തോൽവി സമ്മതിക്കാൻ ജപ്പാൻ തയ്യാറായിരുന്നില്ല. കാമിക്കാസെ സ്ട്രൈക്ക് എന്ന് വിളിച്ചിരുന്ന ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങളായിരുന്നു ഉണ്ടായത്. ജപ്പാൻ വൻകരയിൽ വലിയൊരു ആക്രമണം നടത്താതെ ഒരിക്കലും ജപ്പാൻ കീഴടങ്ങില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആയിരക്കണക്കിന് ബോംബുകൾ അമേരിക്ക ജപ്പാന്റെ പ്രധാന നഗരങ്ങളിലിട്ട് നാശം വിതച്ചു. എന്നിട്ടും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. ഇതിനുശേഷമുള്ള സൈനിക ഓപ്പറേഷനിലും ധാരാളം നാശം വിതച്ച് 2 ഭാഗങ്ങളിലും നഷ്ടമുണ്ടാക്കാൻ പറ്റിയെന്നല്ലാതെ ജപ്പാൻ തോൽവി സമ്മതിക്കാൻ ഒരുങ്ങിയില്ല. ഇതേ സമയം അമേരിക്കയിൽ മൻഹാറ്റൻ പ്രോജക്ട് എന്ന പേരിൽ ഓപ്പൺഹൈമറിന്റെ മേൽനോട്ടത്തിൽ ആണവ ബോംബിന്റെ വികസനം നടക്കുകയായിരുന്നു. ഇത് അതീവ രഹസ്യമായ ഒരു പ്രോജക്റ്റായിരുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണവായുധം ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന പക്ഷക്കാരനായിരുന്നു. പക്ഷേ റൂസ്വെൽറ്റിന്റെ മരണത്തോടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ട്രൂമാൻ അധികാരമേൽക്കുകയായിരുന്നു. വേണ്ടിവന്നാൽ ജപ്പാന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ ട്രൂമാൻ സേനയ്ക്ക് അനുവാദം നൽകി. 1945 ജൂലൈ 16 അമേരിക്ക ആദ്യ ബോംബിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ ഇത്രയും ഭാരമുള്ള ഒരു ബോംബിനെ അവിടേക്ക് കൊണ്ടുപോവുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ബോയിങ് B-29 വിമാനങ്ങളായിരുന്നു അവർ തിരഞ്ഞെടുത്തത്. ആറ്റം ബോംബിന്റെ ശക്തി എത്രത്തോളമാണെന്ന് ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നൊരു ലക്ഷ്യവും അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായതും മുൻപ് നടത്തിയ ബോംബാക്രമണത്തിൽ പൂർണ്ണമായും തകരാത്തതും താരതമ്യേന ചെറുതുമായൊരു നഗരമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്നവർ തീരുമാനിച്ചു. ആ ഒറ്റ ബോംബിന് ഒരു നഗരത്തെ തന്നെ വിഴുങ്ങാൻ കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇതേ സമയം ജർമ്മനി അവരുടെ തോൽവി സമ്മതിച്ചതുകൊണ്ട് തന്നെ അവരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ജപ്പാന് നേർക്ക് തിരിഞ്ഞു. അവർ ജപ്പാനിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ യുദ്ധാനന്തകാലം ജർമ്മനി വിഭജിച്ചതുപോലെ ജപ്പാനും സംഭവിക്കുമെന്ന് അമേരിക്ക ഭയന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജപ്പാനെ കീഴടക്കുക എന്നത് അമേരിക്കയുടെ ആവശ്യമായി മാറി. മാത്രമല്ല നീണ്ടുപോകുന്ന യുദ്ധം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്നുള്ള ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കീഴടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ സർവനാശമാകും സംഭവിക്കാൻ പോകുന്നത്, എല്ലാവരെയും തകർത്തെറിയും എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ അമേരിക്ക റേഡിയോകളിലൂടെയും നോട്ടീസുകളിലൂടെയും ജപ്പാനെ തുടർച്ചയായി അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ജപ്പാൻ ഇതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ 1945 ഓഗസ്റ്റ് 6 ആദ്യ ബോംബിടാനുള്ള പദ്ധതി അമേരിക്ക തയ്യാറാക്കി. അങ്ങനെ ഹിരോഷിമയ്ക്ക് മുകളിൽ പറന്നെത്തിയ എനോള ഗേ എന്ന വിമാനം രാവിലെ 8:25 ലിറ്റിൽ ബോയ് എന്ന് വിളിപ്പേരുള്ള യുറാനിയം ബോംബ് അവിടെ നിക്ഷേപിക്കുകയായിരുന്നു. റഡാറുകളിൽ അമേരിക്കൻ വിമാനങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലും തിരിച്ചടിക്കാൻ ജപ്പാന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. 600 മീറ്റർ ഉയരെ വെച്ച് തന്നെ സ്ഫോടനം നടന്നു. ആ ഒരു പ്രദേശം മുഴുവൻ കത്തിച്ചാരമായി പോയി. വെന്തു നീറിയാണ് ഓരോ സാധാരണക്കാരും മരണം കൈവരിച്ചത്. അവിടത്തെ പക്ഷിമൃഗാദികളെല്ലാം മനുഷ്യന്റെ ഈ ക്രൂരതയിൽ വെന്തു മരിച്ചു. ചൂട് സഹിക്കാനാകാതെ പുഴകളിലേക്ക് എടുത്തു ചാടിയവർക്ക് പോലും തിളച്ച വെള്ളത്തിൽ പൊള്ളി മരിക്കാനായിരുന്നു വിധി. അതിനെ തരണം ചെയ്തവർ പോലും പിന്നീട് പുഴുത്തായിരുന്നു മരിച്ചത്. എപ്പോഴും ഇടുന്നത് പോലെയുള്ള ബോംബാണ് അമേരിക്ക ഇട്ടതെന്ന് കരുതി ജപ്പാൻ ഈ കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ ഇതറിഞ്ഞ സോവിയറ്റ് യൂണിയൻ ഒന്നുകൂടി ജപ്പാന് നേരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തി അവരെ പിടിച്ചെടുക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. ഇതുകൂടിയായപ്പോൾ അമേരിക്ക അവരുടെ 2ാമത്തെ ആണവായുധവും പ്രയോഗിക്കാനുള്ള തീരുമാനത്തിലെത്തി. ഓഗസ്റ്റ് 9 കോക്കുറ എന്ന നഗരത്തെ തകർക്കാൻ ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം അധിഷ്ഠിതമായ അണുബോംബ് അവർ ഇതിനായി തിരഞ്ഞെടുത്തു.
ബോക്സ് കാർ എന്ന പേരുള്ള ഫ്ലൈറ്റിലായിരുന്നു ഇതിനെ സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ കോക്കുറയ്ക്ക് മുകളിൽ മറ്റു വിമാനങ്ങളോടൊപ്പം പറന്നെത്തിയ ബോക്സ് കാറിന് പക്ഷെ ആകാശത്തെ മേഘങ്ങൾ കാരണം ബോംബിടാനുള്ള ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിമാനത്തിലെ ഇന്ധനം തീരുന്നത് കണക്കിലെടുത്ത് ഒടുവിൽ ലിസ്റ്റിലെ അടുത്ത സ്ഥലമായ നാഗസാക്കിയിൽ ഇത് പ്രയോഗിക്കാമെന്ന തീരുമാനത്തിൽ അവരെത്തപ്പെട്ടു. 11 മണിയോടെ നാഗസാക്കിയുടെ മുകളിലെത്തിയ വിമാനം അവിടെ ഫാറ്റ്മാനെ വിക്ഷേപിച്ചു. ഈറ്റിൽ ബോയിയേക്കാൾ ശക്തിയുള്ളതായിരുന്നു ഫാറ്റ്മാൻ. എന്നാൽ ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട നഗരമായതിനാൽ മരണസംഖ്യ താരതമ്യേന കുറവായിരുന്നു. ഒരു സൈഡിൽ നിന്നും സോവിയറ്റ് യൂണിയനും മറ്റൊരിടത്തു നിന്ന് അമേരിക്കയും കൂടി ആയപ്പോൾ ജപ്പാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങിയതായി പ്രഖ്യാപിച്ചു. അന്നവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു കുറിച്ചത്. ഇന്നും അനേകം രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്. ഭാവിയിൽ ജപ്പാനിൽ നടന്നതുപോലെ അനേകം മനുഷ്യരുടെ ജീവനെടുക്കാൻ ഒരു രാജ്യവും അത് ഉപയോഗിക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. യുദ്ധം ഒന്നും നേടിത്തരുന്നില്ല, മറിച്ച് രണ്ട് ഭാഗങ്ങളിലും നഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ മനഃപൂർവ്വം എടുക്കുന്നത് തന്നെ എത്ര ഹീനമായ പ്രവൃത്തിയാണെന്ന് നാം മനസ്സിലാക്കണം.